Hello. Good afternoon, sir. May I speak to Mr. Marar? Yes. Sir, this is Shifi from People's National Bank. We are offering golden credit card without any processing charge. Shut up. And if you Phone വെക്കേ. വളരെ നന്ദിയുണ്ട് മിസ്റ്റർ മാരാർ. വേറെ എന്താ വേണ്ടത് തനിക്ക്? ഡോളർ, യൂറോ, സ്പെഷ്യൽ പ്ലെയിൻ. അതൊക്കെ ഞാൻ തന്നെ ഏർപ്പാട് ചെയ്തോളാം. ഞാൻ പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ആൾക്കാരെ എത്തിക്കാൻ മാത്രം താങ്കൾ ചെയ്താൽ മതി. എവിടെ എത്തിക്കണം? വോൾവോ ടു എയർപോർട്ട്, ചോഴവരം. കാർ റേസിംഗ് ഒക്കെ നടക്കില്ലേ, താങ്കൾക്കറിയായിരിക്കും. ആ എയർപോർട്ടിൻ്റെ കോർണറിൽ ഞങ്ങളുടെ ആളുകളെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് നിങ്ങളെല്ലാവരും മാറി നിൽക്കണം. ഐ നീഡ് എ ലോട്ട് ഓഫ് ലാൻഡിംഗ് സ്പേസ്. കൃത്യം 5 മണിക്ക് ഇറക്കി വിടാം. ഓക്കെ. മിസ്റ്റർ മാരാർ, ഞാൻ പറഞ്ഞു തീർന്നില്ല. ഞങ്ങളുടെ ആൾക്കാരോടൊപ്പം നിങ്ങൾ എത്ര പേരുണ്ടാവും? 5 പേര്. അത് കൂടുതലാ, 2 പേര് മതിയാകും. അവരുടെ കയ്യിൽ 2 സെൽഫോൺ കൊടുത്തു വിടണം. അതിൽ സ്പീക്കർ ഫെസിലിറ്റിയും കോൺഫറൻസിങ് ഫെസിലിറ്റിയും ഉണ്ടായിരിക്കണം. ഈ 2 കാര്യങ്ങളും വളരെ നിർബന്ധമാണ്, വീഴ്ച വരുത്തരുത്. ഷുവർ. ഇനി ഒരു കാര്യം കൂടി. ആ എയർപോർട്ടിന് ചുറ്റും ബോംബ് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. സോ ഡോ സ്ക്വാഡും മിന്നൽ പരിശോധനയും പോലുള്ള മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കരുത്. പോലീസുകാരുടെ കുടുംബങ്ങൾ വഴിയാതാരാവും, മറക്കണ്ട. നോ മാങ്കി ട്രിക്സ്. എനിക്കൊരു കാര്യം കൂടി അറിയാനുണ്ട്. ഐ ഡോണ്ട് ഹാവ് ദ ടൈം, മാരാർ. വൈ ഡു യു ആക്ട് ലൈക്ക് ദിസ്? ഒളിഞ്ഞു നിന്ന് ഭീഷണിപ്പെടുത്തി ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് ഒരു ധീരന് യോജിച്ചതല്ല. നേരിൽ വന്ന് മത്സരിക്ക്. ഒന്നുകിൽ തനിക്ക് വീരമരണം, അല്ലെങ്കിൽ എനിക്ക്. ഗുഡ് സ്പീച്ച്. ഞങ്ങളൊക്കെ ഭീരുക്കളാണ്. കാക്കി ഉടുപ്പിട്ട നിങ്ങളെല്ലാം ധീരന്മാരാണെന്ന് അവകാശപ്പെട്ടോളൂ. DA, TA, ഗാലൻട്രി അവാർഡൊക്കെ വാങ്ങി സന്തോഷിക്കൂ. എന്നെ വെറുതെ പ്രകോപിപ്പിച്ച് സമയം പാഴാക്കരുത്. യു ഡോണ്ട് ഹാവ് ദ ടൈം, മിസ്റ്റർ മാരാർ. ശരി, ഈ 4 പേരെയും തിരിച്ചേൽപ്പിച്ചാൽ താൻ ബോംബ് വെച്ച സ്ഥലങ്ങൾ പറയുമെന്ന് എന്താണ് ഉറപ്പ്? ഗ്യാരണ്ടിയും വാറണ്ടിയും തരാൻ ഞാൻ എന്താ പ്രഷർ കുക്കറാണോ വിൽക്കുന്നത്? ആയിരക്കണക്കിന് സാധുക്കൾ എന്തിനു ബലി കൊടുക്കണം? എന്ത് പാവമാണ് അവർ ചെയ്തത്? റിലാക്സ് കമ്മീഷണർ സാർ, എന്നെ വിശ്വസിക്ക്. അതല്ലാതെ വേറെ വഴിയില്ല നിങ്ങൾക്ക്. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ നിങ്ങളുടെ നാട് സമാധാനത്തോടു കൂടി നിലനിൽക്കും. ഓൾ റൈറ്റ്, 5 മണിക്ക് വിളിക്കാൻ ഞാൻ. ബൈ ബൈ. സക്കറിയ, ഇപ്പോൾ ഒരുപാട് സംസാരിച്ചല്ലേ, കോൾ ട്രേസ് ചെയ്യാൻ പറ്റിയോ? വി ട്രൈഡ് സർ, ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. കോൾ ട്രേസ് ചെയ്തപ്പോൾ എങ്ങോട്ടൊക്കെ പോകുന്നു? സിറ്റിയിലാണെന്നല്ലേ പറഞ്ഞത്? സിറ്റി തന്നെയാണ് സർ, പക്ഷേ വേറെ സ്റ്റേറ്റും സ്ഥലവുമാണ്. തുടങ്ങിയത് ചെന്നൈ പട്ടണംപാക്കം, പിന്നെ മുംബൈ മെറൈൻ ഡ്രൈവിലാണ് കോൾ കണ്ടിന്യൂ ചെയ്തത്. പാകിസ്ഥാൻ കറാച്ചി, ബ്രിട്ടൻ എഡിൻബറ, സിംഗപ്പൂർ, മാൽഡീവ്സ്, ഇത്രയും സ്ഥലങ്ങളിൽ സെൽഫോൺ വഴി ലൈറ്റ്നിങ് സ്പീഡിൽ പോകണമെങ്കിൽ സൂപ്പർമാൻ സർ കമ്പ്യൂട്ടർ വഴി റൂട്ട് ചെയ്തിരിക്കണം തോന്നുന്നു. ഹി ഷുഡ് ബി എ കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ്. കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നല്ലേ? എക്സ്പെർട്ട് അസിസ്റ്റൻസ് കിട്ടിയാൽ ബെറ്റർ. What type of expertise? റൂട്ടർ ഹാക്കിംഗ്, സ്റ്റെൽത്തി റിക്കോൺ ആൻഡ് റിമോട്ട് സ്നിഫിംഗ് സർ. Then get me an expert in that field. Speak to IIT quick. സർ, പിന്നെ പ്രധാനപ്പെട്ട കാര്യം, എയർസ്ട്രിപ്പിലേക്ക് തീവ്രവാദികളെ കൊണ്ടുപോയാലുടൻ ആ ഭാഗത്ത് ട്രാഫിക് എല്ലാം തന്നെ ബ്ലോക്ക് ചെയ്തേക്കണം. സർ. എപ്പോൾ വേണമെങ്കിലും ബ്ലോക്ക് ചെയ്തെടുക്കാം. ഓക്കെ സർ. Private planes, flight plans, എല്ലാം ശ്രദ്ധിക്കണം. Sir. God, I hope they don't hijack any passenger carrier. സർ, സബ് ഇൻസ്പെക്ടർ ബാബു വന്നിട്ടുണ്ട്. അദ്ദേഹം അയാളെ കണ്ടിട്ടുണ്ട് പോലും. ശ്രീനിവാസ രാമാനുജൻ എന്നാണ് പേര് പറഞ്ഞത്. ഇത് അയാൾ എന്ന അഡ്രസ്സും ഫോൺ നമ്പറുമാണ് സാർ. കയ്യിൽ കറുത്ത ബാഗ്, വെങ്കടാചലപതിയുടെ പടം ഉണ്ടായിരുന്നു. അതിൽ താടി വളർത്തിയിട്ടുണ്ടായിരുന്നു സാർ. താടി എങ്ങനെയാ? താടി ഇവിടെയും ഇവിടെയും പിന്നെ ഇങ്ങനെ താടി. പേര് ശ്രീനിവാസ രാമാനുജൻ, അമ്പലത്തിലെ സഞ്ചി. പിന്നെന്താ, കഴുത്തിൽ കുരിശുണ്ടായിരുന്നോ? അല്ല സാർ. അവൻ മനഃപൂർവ്വം നിങ്ങളെ കൺഫ്യൂസ് ചെയ്താവും, അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ് ആയതാവും. ഇല്ല സാർ, എനിക്ക് തെറ്റിയിട്ടില്ല സാർ. പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചെന്ന് കംപ്ലൈൻറ്റ് തരാനാണ് വന്നത്. ഉറപ്പാ. അവനെപ്പറ്റി വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആലോചിച്ച് പറയൂ.